ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 മെയ് മാസ ഫലമാണ്. അത് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ക്ഷമയുമൊക്കെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു മാസമാണ്. അതായത് സർവേശ്വരകാരകനായ വ്യാഴം അത് അഷ്ടമഭാവത്തിലേക്ക് അനിഷ്ടത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ദൈവാധീനം ഒരു അല്പം കുറഞ്ഞു നിൽക്കുന്ന മാസമാണ്. എന്നിരുന്നാലും ഭാഗ്യാധിപനായ ശനി തുലാം രാശിക്കാർക്ക് ഗോചരാൽ 5-ാം ഭാവത്തിൻ്റെ അധിപനാണ് ശനി, ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ. അത് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ അധിക പാപത്വം ഇല്ലാത്തതിനാലും കൂടുതൽ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും. കൂടാതെ മറ്റൊരു ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ ബുധൻ, തുലാം രാശിക്ക് ബുധൻ 9-ാം ഭാവാധിപനാണ്. അത് നിവൃത്തി സ്ഥാനത്ത് രാശ്യാധിപനോട് യോഗം ചെയ്ത് നിൽക്കുന്ന ഈ മാസം അഭിവൃദ്ധികരമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. കലാകാരന്മാർക്കും കലയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്കും സാഹിത്യകാരന്മാർക്കും സംഗീതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ചിത്രരചനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് വാഹനകാരകൻ കൂടിയായ ശുക്രൻ നിവൃത്തി സ്ഥാനത്ത് രാശ്യാധിപൻ നിൽക്കുമ്പോൾ അവിടെ ഭാഗ്യാധിപൻ കൂടി ഉള്ളതിനാൽ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം വാങ്ങണമെന്ന് ആഗ്രഹിച്ച് ദീർഘകാലമായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്തവർക്ക് ഈ മാസം ഒരു വാഹനം വന്നു ചേരുന്നതിനും ഗൃഹം വന്നു ചേരുന്നതിനും യോഗമുണ്ട്. അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും ഈ മാസം യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം, അതായത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട്. പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനും സൂചനയുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ആകർഷിക്കുവാനും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആയാലും കൊടുക്കൽ വാങ്ങൽ സന്ദർഭങ്ങളിലും നിയമപ്രശ്നങ്ങളുള്ളപ്പോഴും തൊഴിൽ രംഗത്തെ അധിക ടെൻഷനൊക്കെ ഉള്ളപ്പോൾ പോലും സംസാരം കൊണ്ട് അതൊക്കെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ കുടുംബത്ത് സന്തോഷകരമായ രീതിയിൽ കുടുംബജീവിതം നയിക്കുവാനായിട്ട് ജീവിത പങ്കാളിയോടൊപ്പവും മാതാപിതാക്കളോടൊപ്പവും സഹോദരസ്ഥാനീയരോടൊപ്പവും സുഹൃത്തുക്കളോടൊക്കെയും നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ സന്തോഷകരമായ രീതിയിൽ മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു മാസം. ഗൃഹസംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ച് പരീക്ഷയൊക്കെ എഴുതുന്നവർക്ക് നല്ലതാണ്. അവിടെ വിജയങ്ങൾ വന്നു ചെയ്യും. എന്നിരുന്നാലും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും അധിക കടങ്ങൾ വന്നു ചേരാതെ ശ്രദ്ധിക്കണം. അത് വളരെ പ്രത്യേകതയാണ്. പിന്നീട് അല്ലെങ്കിൽ അത് ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ലതാണ്, എങ്കിലും അതീവ ജാഗ്രത ആവശ്യമാണ്. അതായത് 12-ാം ഭാവത്തിൽ കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം നിൽക്കുന്നതിനാൽ പല വിധത്തിലും ക്ലേശങ്ങൾ ഉണ്ടാകാം. എങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട്. ആയതിനാൽ മുൻപത്തേക്കാൾ, അതായത് കഴിഞ്ഞ മാസത്തേക്കാൾ കുറച്ചൊക്കെ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതിനും സൂചനയുണ്ട്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ കാര്യങ്ങളിലായാലും വസ്ത്രവ്യാപാര നിർമ്മാണ വിതരണവുമായി ബന്ധപ്പെട്ടവർക്കോ തീരദേശവുമായി ബന്ധപ്പെട്ട
മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു മാസം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. കാര്യങ്ങൾക്ക് അതീവ തടസ്സങ്ങൾ നേരിടുന്നവരും ആഗ്രഹങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവർക്കും അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുവാൻ ജാതകം നോക്കുന്നത് വളരെ നല്ലതാണ്. ജാതകം നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കും.